ഫ്ലിൻ മാക്സിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലബാറിൽ ഏറ്റവും ശ്രദ്ധേയമാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ധർമ്മടത്തിലാകും സംഭവിക്കുക. അതിനൊരു പ്രധാന കാരണം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ പിണറായി വിജയന് 50,000-ലധികം ഭൂരിപക്ഷം ലഭിച്ച ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തെ നേരിടാനായി ശ്രീ ഷാഫി പറമ്പിൽ എത്തുന്നു എന്നതാണ് ധർമ്മടത്തെ വളരെയധികം ശ്രദ്ധേയമാക്കുന്നത്. ശ്രീ ഷാഫി പറമ്പിൽ അവിടേക്ക് മത്സരിക്കാൻ എത്തുമ്പോൾ അങ്ങനെ എത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട്. അതൊക്കെ പരിശോധിക്കുമ്പോൾ അത് ശ്രീ പിണറായി വിജയന് എതിരായിട്ടുള്ള ചില മുന്നേറ്റമായി നമുക്ക് പരിശോധിക്കേണ്ടി വരും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 50,000-ലധികം വോട്ട് ലഭിച്ച ഇടത്ത് ആ വോട്ടിംഗ് പാറ്റേൺ മൊത്തത്തിൽ മാറുകയും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ചെറിയ ഭൂരിപക്ഷം മാത്രം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ധർമ്മടത്തിൻ്റെ ഒരു നിലവിലെ ഒരു പശ്ചാത്തലം, അതിലുണ്ടായ മാറ്റം, ശ്രീ ഷാഫി പറമ്പിൽ അവിടേക്ക് മത്സരിക്കാൻ എത്തുമ്പോൾ അതുണ്ടാക്കാവുന്ന ചലനങ്ങൾ അതൊന്ന് ദയവായി ശ്രീ വിശദീകരിക്കും. അത് ഷാഫി പറമ്പിൽ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പായിട്ടില്ല. പക്ഷേ UDF-ന്റെ ഈ സ്ഥാനാർത്ഥി നിർണയങ്ങളുടെ ഇതിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിൽ അവിടെ വന്നേക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്തുകൊണ്ടെന്നാൽ അവർ രണ്ട് കാര്യങ്ങളാണ് അതിൽ പ്രധാനമായി നോക്കുന്നത്. ഒന്ന്, മുഖ്യമന്ത്രിക്കൊരു നല്ല മത്സരം കൊടുക്കുക, അദ്ദേഹത്തെ അവിടെ തളയ്ക്കാൻ ശ്രമിക്കുക കൂടുതൽ സമയം എന്നുള്ള അതൊരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അപ്പോൾ അതിനായിട്ട് അത് കഴിഞ്ഞ ദിവസം ഇന്നലെ ശ്രീ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് പത്രക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളെ ധർമ്മടത്ത് എങ്ങനെയായിരിക്കും മത്സരം എന്ന് ചോദിച്ചു. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഷാഫിയുടെ പേര് പറഞ്ഞില്ലെങ്കിലും പറയുന്നു, ഞങ്ങളൊരു കരുത്തനായ സ്ഥാനാർത്ഥി അവിടെ നിർത്താൻ പോവാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു അവിടെ ഷാഫി പറമ്പിൽ ആയിരിക്കാം വരുന്നതാണ്. ഷാഫി വന്നു കഴിഞ്ഞാൽ ഷാഫിക്ക് ഒന്ന് ഒരു വിന്നബിലിറ്റി ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണ്. എവിടെ പോയി നിന്നാലും വിജയിക്കുന്ന തരത്തിലുള്ള ആ ഒരു പ്രത്യേക ആവുന്നുണ്ട്. ഇലക്ഷൻ പൊളിറ്റിക്സിൽ അങ്ങനെ ഒരു ഇതുള്ള റെക്കോർഡുള്ള ആളാണ്. പിന്നെ ഇപ്പോൾ കേരളത്തിലെ അവരുടെ PCCയുടെ വർക്കിംഗ് പ്രസിഡന്റാണ് അദ്ദേഹം. 3 വർക്കിംഗ് പ്രസിഡന്റുമാരും ഒരു PCC പ്രസിഡന്റുമാണ് അതിന്റെ നേതൃതലത്തിൽ എന്ന് പറയുന്നത്. അതിൽ AP അനിൽകുമാർ എന്ന് പറയുന്ന ഒരാൾ, അത് കഴിഞ്ഞാൽ പിന്നുള്ളത് വിഷ്ണുനാഥ്, പിന്നെ ഇത് ശ്രീ സണ്ണി ജോസഫ്, 2 വർക്കിംഗ് പ്രസിഡന്റും ഒരു പ്രസിഡന്റ്. പിന്നെ മൂന്നാമത്തെ ആള് വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഇദ്ദേഹമാണ്, ഷാഫി പറമ്പിലാണ്. അപ്പോൾ മറ്റു 3 പേരും സിറ്റിംഗ് മെമ്പേഴ്സാണ് ഈ അസംബ്ലിയിൽ. അപ്പോൾ അവർ വീണ്ടും ഇലക്ഷനിൽ നിൽക്കും. കോൺഗ്രസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അവരെല്ലാ സിറ്റി മെമ്പേഴ്സിന് സീറ്റ് കൊടുക്കുന്നു, 1-2 പേര് ഒഴികെ. അപ്പോൾ ഷാഫി പറമ്പിൽ അവിടെ ഫ്രീ ആണ്. അപ്പോൾ ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു നല്ല മത്സരം കൊടുക്കാനായിട്ട് ഈ സെലക്ട് ചെയ്ത് ചില മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം കൊടുക്കുക എന്നുള്ള ഒരു പുതിയൊരു സ്ട്രാറ്റജി അത് ഈ കനകലുവിൻ്റെ അത് സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സർവേകളിലൊക്കെ അവർ കണ്ടെത്തിയതും അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ്, UDF മൊത്തത്തിൽ എന്നുള്ളതിൽ കോൺഗ്രസ്. അപ്പോൾ ഈ കനകോലു ആ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് അവിടെ ഷാഫി തന്നെ വന്നേക്കാം. ഈ ഷാഫി വന്നാലുള്ള നമ്മൾ ഈ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഈ 51,000 വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സുധാകരന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വരുമ്പോഴേക്കും അവിടെ വെറും 2,360 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് ചുരുങ്ങുന്ന അവസ്ഥയിൽ, അതായത് കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിക്കും ധർമ്മടംകാർ വോട്ട് ചെയ്യാം എന്നുള്ള ചെയ്തേക്കാം, പാർട്ടി ചിഹ്നം വിട്ട് വേണമെങ്കിൽ കോൺഗ്രസിലേക്ക് ചെയ്യാം. അതാ പറഞ്ഞത്, ഒരു സാഹചര്യത്തിനനുസരിച്ച് അവർക്ക് മാറി ചെയ്യുന്നവരും കൂടെയാണ് എന്നുള്ളതാണ് അതിന്റെ തെളിവ്. 2, ഇപ്പൊ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ തന്നെയും അവിടെ മൊത്തത്തിൽ 15,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷമേ LDF-ന് ഉണ്ടായുള്ളൂ. ഈ 51,000 എന്ന് പറയുന്നത് 15,000-ഓളം. അതായത് ഗ്രാസ് റൂട്ട് ലെവലിൽ ഓരോ പാർട്ടി കാൻഡിഡേറ്റിനെ നിർത്തി പാർട്ടി ഗ്രാമങ്ങളിൽ മത്സരിച്ചെടുത്ത് തന്നെ 15,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായുള്ളൂ. 30,000-ഓളം കുറവുണ്ട്, അപ്പോഴും കുറഞ്ഞു വന്നിരിക്കുന്നു. പിന്നെ ഇതിനിടയിൽ തന്നെ ഈ കോൺഗ്രസ് ഇപ്പൊ ശരിക്കും നമ്മുടെ CM-നെതിരെ, അതായത് ഒരു പിണറായി വിരുദ്ധതയായിരിക്കും അടുത്ത പ്രചാരണ ആയുധം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അത് പിണറായി വിരുദ്ധത എന്ന് പറയുന്ന ആ ഒരു ആയുധം പിണറായി വിജയൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് UDF നോക്കുന്നത്. അപ്പൊ അവിടെ അത് കാര്യമായി അവർ പ്രയോഗിക്കും. അങ്ങനെ പിണറായി വിരുദ്ധ വോട്ടുകളാക്കി കുറെ വോട്ടുകളെ മാറ്റാനുള്ള ഒരു ശ്രമം ഉണ്ടാവും. അതിന് ഏറ്റവും വലിയൊരു ആയുധം അവർക്ക് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ അക്സെപ്റ്റൻസ് ഉള്ള ഒരു സ്ഥാനാർത്ഥി. ഒപ്പം ന്യൂനപക്ഷ ഏകീകരണം ഒരു വിഷയം, തീർച്ചയായിട്ടും. പക്ഷേ ധർമ്മടം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂനപക്ഷ മേൽക്കോയ്മയുള്ള മണ്ഡലമല്ല. അതിലുപരി അവിടെ പക്ക പൊളിറ്റിക്കലാണ്. പക്ഷേ നമ്മൾ ഈ പക്ക പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ ഈ പൊളിറ്റിക്കൽ വോട്ട് ഈ 10, 40, 50,000 ഒക്കെ മാറിയും വരുന്നു, തിരിഞ്ഞും വരുന്നു. അവിടെ മൊത്തം പൊളിറ്റിക്കൽ നമുക്ക് അതുകൊണ്ട് പറയാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ധർമ്മടത്ത് പോലും ചിഹ്നം മറന്ന് ആളുകൾ മറ്റു പാർട്ടികളിലേക്ക് വോട്ട് ചെയ്യാൻ തയ്യാറെടുക്കുന്നു എന്നതിനെ മടിയില്ല. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് വടകര എത്തുന്നു,
വടകര ചലനങ്ങൾ സൃഷ്ടിക്കുന്നു, അവിടുന്ന് അടുത്ത ജില്ലയിലേക്ക് എത്തുന്നു, അവിടെയും ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ചോദ്യം. അതെ, അവിടെ യഥാർത്ഥത്തിൽ ഷാഫി പറമ്പലിനെ അവിടെ പ്ലേസ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. കാര്യം ഒന്ന്, ഒരു പരീക്ഷണാർത്ഥം അതായത് ഈ മുഖ്യമന്ത്രിക്ക് ഒരു വലിയ അടുത്ത മത്സരം കൊടുക്കാൻ ശ്രമിക്കുക, ഒരു വലിയ പ്രചരണം നടത്തി അയച്ചു കൊടുക്കുക. അഥവാ വിജയിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. വിജയിച്ചാൽ UDFന്റെ സർക്കാർ വരികയാണെങ്കിൽ അദ്ദേഹത്തെ ഒരു മന്ത്രിയായി അവിടെ, കാര്യം അദ്ദേഹത്തെ ഇവിടെ നിന്ന് പാർലമെന്റിലേക്ക് അയച്ചതിൽ തന്നെ കുറെ വിഭാഗങ്ങൾക്കിടയിൽ ചെറിയ അമർഷമുണ്ട്. അദ്ദേഹം ഇവിടെ നിന്നെങ്കിൽ ഇനി ഒരു UDF ഗവൺമെന്റ് വരുന്ന കാലത്ത് മന്ത്രിയാകാൻ യോഗ്യനാണ് മറ്റുള്ള ധാരണയാണ് ചെറുപ്പക്കാരൻ എന്നുള്ളത്. അങ്ങനെ മന്ത്രിയാകാം. അഥവാ തോറ്റാൽ അദ്ദേഹത്തിന്റെ MP സ്ഥാനം തുടരുകയും ചെയ്യാം. മനസ്സിലായില്ല? അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഇനി ഇതിലുപരി വേറൊരു കാര്യമുണ്ട്. ഈ കോൺഗ്രസിലെ 3 വർക്കിംഗ് പ്രസിഡന്റുമാരും ഒരു പ്രസിഡന്റും ഉള്ളതിൽ ഈ 3 പേരും ഇലക്ഷൻ നിൽക്കുമ്പോൾ ഇദ്ദേഹം ഫ്രീ ആവുന്നു. എന്നാൽ ഇലക്ഷൻ നയിക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ ഈ ഷാഫി പറമ്പലിനെയാണ് നിയോഗിക്കേണ്ടി വരിക. അതിൽ തന്നെ ഈ കോൺഗ്രസിനകത്ത് തന്നെ പലർക്കും അതിൽ വലിയ താല്പര്യമില്ല. അവർ താല്പര്യക്കുറവുള്ള കുറെ നേതാക്കളുണ്ട്. അതായത് ഷാഫി പറമ്പൽ നയിക്കുന്ന ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ KPCC വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിൽ താൽക്കാലിക പ്രസിഡന്റ് സ്ഥാനം അടുത്ത് കൊടുക്കാൻ ഇനി വേറൊരാൾക്ക് കൊടുക്കണമെങ്കിൽ ഇദ്ദേഹത്തിന് എവിടെയെങ്കിലും എൻഗേജ് ചെയ്യിക്കണം. അങ്ങനെ അതായത് ആ ഒരു സൗകര്യം കൂടി. അപ്പോൾ ഇദ്ദേഹത്തെ എൻഗേജ് ചെയ്യിക്കണമെങ്കിൽ അത്തരം താല്പര്യമുള്ള നേതാക്കളെല്ലാം കൂടി ചേർന്ന് ഇദ്ദേഹത്തെ ഇവിടെ സ്ഥാനാർത്ഥിയായി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ താല്പര്യമുള്ള ഏതെങ്കിലും ഒരു നേതാവിനെ ഈ ക്യാമ്പയിൻ നയിക്കാനായിട്ട് താൽക്കാലിക PCC പ്രസിഡന്റ് ആക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്കും ശരിക്കും എന്താ പറയാൻ ആ ഒരു നിലപാട് അവരുടെ ആ ഒരു നിലപാട് അങ്ങനെ വരാനുള്ള ഒരു പ്രധാന കാരണം അതും കൂടെയാണ്. അതായത് അതിനകത്തുള്ള കോൺഗ്രസിനകത്ത് അറിയാലോ എല്ലാ കാലവും ഇങ്ങനെയാണ്, ഈ നേതാക്കളുടെ താല്പര്യങ്ങളാണ്. അപ്പൊ ആ ഒരു താല്പര്യവും സംരക്ഷിക്കപ്പെടും. ഇദ്ദേഹത്തെ എന്താ പറയാൻ ലീഡറാക്കാതെ ഒരു സൈഡിലോട്ട് നിർത്താം. അപ്പൊ എന്തുണ്ടായാലും അത് വളരെ അങ്ങനെ അതായത് ഷാഫിയുടെ വരികയാണെങ്കിൽ വളരെ ഒരു നല്ലൊരു മത്സരം ഉണ്ടാവും ഉറപ്പാണ്. അപ്പൊ ചുരുക്കത്തിൽ ധർമ്മടത്ത് ശ്രീ ഷാഫി പറമ്പിൽ മത്സരിക്കാൻ എത്തുന്നത് ഒരേ സമയം പിണറായി വിജയനെതിരെ ഒരു വലിയ മത്സരത്തിന്റെ സാധ്യത ഉയർത്തുന്നു. 2, അദ്ദേഹം ഇവിടെ മത്സരിക്കാൻ എത്തുന്നത് UDFന്റെ പ്രചരണത്തെ കുറച്ചുകൂടി എളുപ്പമാക്കുമെന്ന് കൂടി ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കാം. അത്രയേ ഉള്ളൂ.